Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ds മാക്സിലെ ഏതെങ്കിലും ഒരു പാനൽ അല്ലെങ്കിൽ മെനു ബാർ അല്ലെങ്കിൽ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം സ്ലൈഡർ, സ്റ്റിയറിംഗ് വീല്, വ്യൂ ക്യൂബ് അങ്ങനെ എന്തെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ, അങ്ങനെ അബദ്ധവശം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൈതട്ടി മിസ്സായി വിചാരിക്കുക. അവ എങ്ങനെ നമുക്ക് വീണ്ടും റിട്ടേൺ കൊണ്ടുവരാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് മെയിൻ മെനു ബാർ എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. ഇവിടെ ഹെൽപ്പ്, ആർണോൾഡ്, ഫയല്, ആ ഒരു കള്ളി ബോക്സ് കണ്ടില്ലേ, അതിന് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെയിൻ മെനു ബാർ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മെയിൻ മെനു ബാർ വന്നതായി കാണാം. ഇനി അതുപോലെ നമുക്ക് റിബൺ ആവശ്യം ഉണ്ട് വരിക. അത് വരണമെങ്കിൽ ഇതേപോലെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിബന്റെ അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ആവശ്യമുള്ളത് കമാൻഡ് പാനലാണ്. ഇവിടെ കമാൻഡ് പാനൽ കിട്ടാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക്, കമാൻഡ് പാനലിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വ്യൂ ക്യൂബ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്ലസ് ചെന്നല്ലേ അവിടെ പോയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. വ്യൂ ക്യൂബ്, ഷോ ദി വ്യൂ ക്യൂബ് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വ്യൂസില് വ്യൂ ക്യൂബ്, ഷോ ദി വ്യൂ ക്യൂബ്. ഇവിടെ ഓൾറെഡി ടിക്ക് ഉണ്ട്, ടിക്ക് ഇല്ലെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ കൊടുത്താൽ വ്യൂ ക്യൂബ് കിട്ടും. ഇനി സ്റ്റിയറിംഗ് വീല് ആവശ്യമുണ്ടെങ്കിൽ പ്ലസിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റിയറിംഗ് വീല്, ടോഗിൾ സ്റ്റിയറിംഗ് വീല് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ഓൺ ചെയ്യുക. അതിന് ഷോർട്ട് കീ ഷിഫ്റ്റ് W ആണ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വ്യൂസിൽ പോവുക, സ്റ്റിയറിംഗ് വീല്, ടോഗിൾ സ്റ്റിയറിംഗ് വീൽസ് ഇവിടെ വന്നു. ഇത് കളയണമെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സീൻ എക്സ്പ്ലോറർ മിസ്സിംഗ് ആണെങ്കിൽ എഡിറ്റിൽ പോവുക, ടൂൾസിൽ പോയി സീൻ എക്സ്പ്ലോറർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് സീൻ എക്സ്പ്ലോറർ വന്ന് കാണാം. കണ്ടോ, നമ്മൾ എന്തൊക്കെ വരച്ചിട്ടുണ്ടോ അതൊക്കെ ഡിസ്പ്ലേ ജിയോമെട്രി, ഡിസ്പ്ലേ ഷേപ്സ്, ഡിസ്പ്ലേ ലൈറ്റ്സ് അതെല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ എന്തൊക്കെ വരച്ചിട്ടുണ്ടോ. അതിനാണ് സീൻ എക്സ്പ്ലോറർ മിസ്സിംഗ് ആണെങ്കിൽ കൊണ്ടുവരാൻ. ഇനി ലെയർ എക്സ്പ്ലോറർ ഉണ്ട്, അതും ഇവിടെ ടൂൾസിൽ ലെയർ എക്സ്പ്ലോറർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ലെയർ എക്സ്പ്ലോറർ ഇവിടെ വന്നത് കാണാം. ഇനി അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ടൂൾസിൽ ലെയർ എക്സ്പ്ലോറർ ജസ്റ്റ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് പോയത് കാണാം. ഇനി നിങ്ങളുടെ ഒരു വീറെ ടൂൾ ബാർ ഉണ്ടെങ്കിൽ, വീറെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ ജസ്റ്റ് ഈ പ്ലെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വീറെ ടൂൾ ബാർ ജസ്റ്റ് ക്ലിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീറെ മെറ്റീരിയൽസ് കിട്ടുന്നതാണ്. ഇനി അടിയിൽ എഡിറ്റ് ചെയ്യാനുള്ളത് ആനിമേഷൻ ഉള്ളത് ടൈം സ്ലൈഡർ, അതും ഇവിടെ തന്നെയാണ്. ജസ്റ്റ് ഈ പ്ലെയിനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടൈം സ്ലൈഡർ ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വ്യൂ പോർട്ട് എഡിറ്റ് ചെയ്യാനുള്ള വ്യൂ പോർട്ട് ലേഔട്ട് ഉണ്ട്, അതും ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ് ജസ്റ്റ് ക്ലിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും ചെയ്യാവുന്നതാണ്. വ്യൂസ് എടുക്കുക, വ്യൂസിൽ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ലേഔട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോ ചെയ്തതെല്ലാം നമുക്ക് കസ്റ്റമൈസിൽ ഒന്നും ചെയ്യാം. കസ്റ്റമൈസിൽ ഷോ UI എടുക്കുക, അവിടെ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് ജസ്റ്റ് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. കമാൻഡ് പാനൽ, റിബൺ, ടൈം സ്ലൈഡർ, വ്യൂ പോർട്ട് ലേഔട്ട് ടാബ്സ്, മെയിൻ ടൂൾ ബാർ ജസ്റ്റ് ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താലും കിട്ടുന്നതായിരിക്കും. പിന്നെ ഏതൊക്കെ എക്സ്പ്ലോറർ ആണ് നമുക്ക് വേണ്ടത്, സീൻ എക്സ്പ്ലോറർ വേണോ, ലെയർ എക്സ്പ്ലോറർ ഓൺ ചെയ്ത് കൊടുക്കണോ, അത് ഇവിടെ ജസ്റ്റ് പോയിട്ടും ഓൺ ചെയ്ത് കൊടുത്താലും വരുന്നതായിരിക്കും. കേട്ടോ, അപ്പൊ ഒന്നെങ്കിൽ കസ്റ്റമൈസിൽ പോയിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. കസ്റ്റമൈസിൽ പോവുക, ഷോ UIയിൽ ഏതൊക്കെയാണ് വേണ്ടത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക, ഷോ എക്സ്പ്ലോറിൽ ഏതൊക്കെയാണോ വേണ്ടത് അതും ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മുടെ 3ds മാക്സിൽ നമുക്ക് എന്തെങ്കിലും മിസ്സായ ടാബ്സോ അല്ലെങ്കിൽ മെനു ബാറോ അങ്ങനെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വീണ്ടും റിട്ടേൺ കൊണ്ടുവരുന്നത്. Thank you for watching.